ആദരണീയനായ അധ്യക്ഷൻ വഹാബ് സാഹിബ്, RJDയുടെ ദേശീയ എക്സിക്യൂട്ടീവ് മെമ്പർ, നമ്മുടെ എല്ലാവരുടെയും വളരെ പ്രിയങ്കരനായ വർഗീസ് ജോർജ് സാർ, AYFൻ്റെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് സമ്മദ്, നാസർ കോയത്തങ്ങൾ, സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ദീർഘമായൊന്നും സംസാരിക്കുന്നില്ല. രാജ്യത്ത് വലിയ തോതിലുള്ള ഭീതിയുടെ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജനാധിപത്യം എന്ന പഴയകാല സങ്കല്പം വളരെ പരസ്യമായി അട്ടിമറിക്കപ്പെട്ടു എന്ന ബോധ്യം നമ്മുടെയൊക്കെ മുമ്പിലേക്ക്, ലോകത്തിൻ്റെ മുമ്പിലേക്ക് അനാച്ഛാദനം ചെയ്യപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. സംഘപരിവാർ വിരുദ്ധ, ഫാഷിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയാധികാരമുള്ളയിടത്തു പോലും എങ്ങനെ ഫാഷിസം ഔദ്യോഗികമായി ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കാം എന്ന് കാണേണ്ട ഗതികേടിലേക്ക് നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. രാജ്യം ഓർക്കാൻ ആഗ്രഹിക്കാത്ത വേദനയുടെ നാളുകളെ ഭയത്തിൻ്റെയും ആക്രമണോത്സുകതയുടെയും നാളുകളെ തിരിച്ചു കൊണ്ടുവരാൻ ഔദ്യോഗികമായി രാജ്യത്തെ സർവകലാശാലകളെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന പരിശോധനയും അതിൻ്റെ പ്രായോഗികതയും നടത്തുന്നതിനു വേണ്ടി BJP-യാൽ നിയോഗിക്കപ്പെട്ട ഗവർണറുടെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇതുപോലെയുള്ള പ്രതിരോധ സദസ്സുകളും പ്രതിരോധ സംഗമങ്ങളും പ്രസക്തമായി വരുന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. നമുക്കറിയാം, സംസ്ഥാനത്തെ ഗവർണർ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് സർവകലാശാലകളിലേക്കൊരു സർക്കുലർ കൊടുക്കുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് വിഭജന ഭീതി ദിനമായി ഓഗസ്റ്റ് 14 ആചരിക്കണം എന്നാണ്. കഴിഞ്ഞ 7.5 പതിറ്റാണ്ടിലേറെ കാലമായി നാം സ്വാതന്ത്ര്യദിനമായി ഓഗസ്റ്റ് 15 ആഘോഷിച്ചു വരികയാണ്. അത് സമുചിതമായി ആഘോഷിക്കണമെന്നല്ല അദ്ദേഹത്തിൻ്റെ വാദം, മറിച്ച് വിഭജന ഭീതി ദിനമായി ആ ഓഗസ്റ്റ് 14 ആഘോഷിക്കണം എന്നാണ്. ആരാണ് വിഭജനത്തിൻ്റെ ഉത്തരവാദികൾ എന്ന് വിശദമായി സംസാരിക്കാൻ ഈ സമയം മതിയാവില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടല്ലോ, VD സവർക്കർ ഉൾപ്പെടെയുള്ള, ലാലാ ലജ്പത് റായ് ഉൾപ്പെടെയുള്ള ആളുകൾ രാജ്യം വിഭജിച്ചോ ഹിന്ദുവിനൊരു രാഷ്ട്രവും മുസ്ലിമിനൊരു രാഷ്ട്രവും ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് ലീഗ് പോലും ആ പ്രമേയം കൊണ്ടുവരുന്നതിന് മുമ്പ് രാജ്യത്തു പറഞ്ഞത് എന്നത് ചരിത്രമാണ്. ആഘോഷിക്കേണ്ടത് വിഭജന ഭീതി ദിനമാണെങ്കിൽ ആ വിഭജന ഭീതി ദിനത്തിന്റെ പ്രതികളായി ഉയർത്തിക്കാണിക്കപ്പെടേണ്ടത് VD സവർക്കറിനെയാണ് എന്ന് നാം ഗവർണറോട് പറയേണ്ടതുണ്ട്, നമ്മുടെ രാജ്യത്തെ സംഘപരിവാർ ശക്തികളോട് പറയേണ്ടതുണ്ട്. അതാണ് പുതിയ രാഷ്ട്രീയം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ രാജ്യത്ത് നേരത്തെ സഖാവ് വർഗീസ് ജോർജ് സൂചിപ്പിച്ചതുപോലെ, അതുപോലെ തന്നെ സഖാവ് MV ജയരാജൻ സഖാവ് സൂചിപ്പിച്ചതുപോലെ, രാജ്യത്ത് സ്വാതന്ത്ര്യ സമരം ഏറ്റവും സമുചിതമായി ആഘോഷിക്കേണ്ട, ആ സമുചിതമായി ആഘോഷിക്കുന്നതോടൊപ്പം രാജ്യത്തെ ഭരണഘടന നിലനിർത്തുന്നതിന് വേണ്ടി ജീവനുള്ള കാലത്തോളം സമരരംഗത്തായിരിക്കും എന്ന് പ്രതിജ്ഞയെടുക്കേണ്ട ഉത്തരവാദിത്വമാണോ രാജ്യത്തെ മതനിരപേക്ഷവാദികൾക്കുള്ളത്? ആ ഉത്തരവാദിത്വമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ പൊതുസമൂഹം നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നുകൂടി ഞാൻ സൂചിപ്പിക്കാം. എന്നാൽ ഇതിനെയൊക്കെ ശക്തമായി ദേശീയ തലത്തിൽ എതിർത്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ പ്രധാന കക്ഷിയുടെ കേരളത്തിലെ അവസ്ഥ എന്താണ് എന്നുകൂടി നാം ഈ ഘട്ടത്തിൽ ഓർക്കണം എന്ന് സൂചിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. നമുക്കറിയാം, രാജ്യത്താകമാനം കള്ളവോട്ടുകളും കള്ളവോട്ടു ചേർത്തതിൻ്റെ കണക്കും വെച്ചുകൊണ്ടാണ് BJP അധികാരത്തിൽ വന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞല്ലോ. ആ പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടിയുടെ തൃശൂർ ജില്ലയിലെ നേതാക്കൾ പറയുന്നത് തൃശൂരിൽ നിന്നും BJP-ക്ക് ഒരു MP ഉണ്ടായത് കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടിയാണ് എന്നാണ്.
അദ്ദേഹം പറഞ്ഞത് ഇന്നാണ്. തൃശ്ശൂരിലെ ഒരു ഫ്ലാറ്റിൽ ഒരു കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവിന്റെ വീട്ടിൽ ധാരാളക്കണക്കിന് RSS വോട്ടുകൾ കൊണ്ടുപോയി ചേർത്തിക്കൊടുക്കാൻ ഈ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് സമ്മതം കൊടുത്തു അത്രേ. അങ്ങനെ ചേർക്കപ്പെട്ട വോട്ടുകളുടെ ബലത്തിലാണോ സുരേഷ് ഗോപി പാർലമെന്റിലേക്ക് പോയത്? ആ സുരേഷ് ഗോപിയുടെ കൂടി പിന്തുണയോടെയാണോ ഈ രാജ്യത്ത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായത് എന്നോർക്കുമ്പോ ഇത്തരത്തിലുള്ള വാചാടോപങ്ങളുടെ ആത്മാർത്ഥത, കോൺഗ്രസ് നേതാക്കളുടെ വാചാടോപങ്ങളുടെ ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല. സത്യസന്ധമായി ഫാഷിസത്തിനെതിരായി, വർഗീയതക്കെതിരായി, മതനിരപേക്ഷത നിലനിർത്തുന്നതിന് വേണ്ടി ആത്മാർത്ഥമായ ശ്രമം നടത്തുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം, നാഷണൽ ലീഗിന്റെ പ്രവർത്തകന്മാരോടൊപ്പം ഈ രാജ്യമുണ്ടാകും, ഈ സംസ്ഥാനമുണ്ടാകും, മതനിരപേക്ഷവാദികളുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ.